എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീട്ടിൽ അതിഥികളൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ സേമിയാണ് എടുത്തിരിക്കുന്നത്. നേർത്ത സേമിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. 150 ഗ്രാമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. റോസ്റ്റ് ചെയ്ത സേമിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതുപോലെ കൈ ഉപയോഗിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പൊടിഞ്ഞ് വന്നോളും. ഈ ഒരു പാകത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയൊരു പാനിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് കാണും. ഉരുകിയ അളവാട്ടോ പറയുന്നത്. ഇത് കട്ടിയായിട്ടുള്ള നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരല്പം നെയ്യ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരും. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന ബദാമും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പം നോക്കൂ, ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന സേമിയ ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കാനാണ് പോകുന്നത്. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത സേമിയാണ്, എങ്കിൽ കൂടി ആ ഒരു നെയ്യിൽ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ തന്നെ ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 1 കപ്പ് പാലാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ച പാലാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്യുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് ആ ഒരു പാലൊക്കെ വലിഞ്ഞു പോകും. നമ്മളുടെ സേമിയ ഒന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടണം. ഈ എടുത്തിരിക്കുന്ന അളവിൽ 1 കപ്പ് പാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഒരുപാട് വെന്തുടയാനും പാടില്ല സേമിയ. അപ്പോൾ അതാ ഇതിപ്പോൾ പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒലന്ന് കിട്ടണം. ഇത് വെന്തിട്ടുണ്ട്, പക്ഷെ ഒരുപാട് വെന്ത് ഉടഞ്ഞിട്ടില്ല. ഈ ഒരു പാകത്തിനാണ് സേമിയ റെഡിയാക്കി എടുക്കേണ്ടത്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു സെയിം പാനിലേക്ക് തന്നെ ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാൽ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഒന്ന് പാല് തിളച്ച് വരട്ടെ. പാല് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇനി ഇതിലേക്ക് കസ്റ്റേർഡിൻ്റെ മിക്സാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ 1/4 കപ്പോളം പാലിൽ നല്ല പോലെ തന്നെ കലക്കിയെടുത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് കസ്റ്റേർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ പാല് ഒരല്പം തിക്കായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അതാ ഇതുപോലെ ചെറുതായിട്ട് തിക്കായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതൊരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെങ്കിൽ ഒരു 4.5 ടേബിൾ സ്പൂണുകളൊക്കെ ചേർക്കാം കേട്ടോ. അത് നിങ്ങൾ ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും നമുക്ക് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നല്ല തിക്കായിട്ട് വന്ന് തുടങ്ങും. ഒരു 3 മിനിറ്റോളം ഇവിടെ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നോക്കൂ, നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഇത് റെഡിയാക്കേണ്ടത്. ഇതിലും കൂടുതലായിട്ട് കട്ടിയാക്കരുത്. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാത്രത്തിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേമിയയുടെ ചൂടൊക്കെ ആറി വരുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒലന്ന് കിട്ടും. കൈ ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് വിടിയിച്ചെടുത്താൽ മതി. നെയ്യ് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് ഈ ഒരു പാകത്തിന് കിട്ടുന്നത്. അതൊരു ലെയറായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ മിക്സാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നോക്കൂ, അതിൻ്റെ ചൂടാറുമ്പോഴേക്കും അതൊന്നും കൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും സേമിയയുടെ ആ ഒരു കൂട്ട് ഒരു ലെയറായിട്ട് ഇടാനാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രണ്ടാമതിടുന്ന ലെയർ നമുക്ക് ഒരുപാട് പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താണു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ നിരത്തി കൊടുത്താൽ മാത്രം മതി. നന്നായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ മിക്സ് ആയാലും സേമിയ ആയാലും ഈ ഒരു പാത്രത്തിൽ 2 ലെയറായിട്ട് കറക്റ്റായിട്ട് ആക്കാൻ പാകത്തിനായിരുന്നു ഉണ്ടായിരുന്നത്.
ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് സേമിയയുടെ ആ ഒരു മിക്സും കൂടെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾ ലാസ്റ്റ് മാറ്റി വെക്കണം കുറച്ച്. ആ ഒരു ലെയർ ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. പക്ഷേ ഇതിൻ്റെ രുചി നല്ലപോലെ തന്നെ കൂടുന്നത് ഒന്നും കൂടെ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ലപോലെ തന്നെ കവർ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ക്ലിംഗ് റാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് നല്ലപോലെ തന്നെ കവർ ചെയ്ത് നമുക്കിതൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. 1 മണിക്കൂർ നേരത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 മണിക്കൂറൊന്നും വെച്ചില്ല. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും പുറത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊരല്പം ലൂസായി കിടക്കുന്നത്. നിങ്ങളൊരു 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ ലെയറുകൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരം തിന്നണമെന്നൊക്കെ തോന്നുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.